സംസ്ഥാനത്ത് പുതിയ നോട്ടുകളുടെ ലഭ്യത ഉറപ്പാക്കും വരെ എല്ലാത്തരം നികുതികളും പഴയ നോട്ടിൽ സ്വീകരിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കെഎസ്ആർടിസിയിലെ സീസൺ ടിക്കറ്റുകളുടെ ബുക്കിംഗിനും പഴയ നോട്ടുകൾ ഉപയോഗിക്കാം. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം മണി മന്ത്രിസഭയിലേക്ക്. സത്യപ്രതിജ്ഞ നാളെ. ഇ.പി. ജയരാജൻ രാജിവെച്ച ഒഴിവിലേക്കാണ് മണിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. പ്രീമിയം ട്രെയിനുകളിൽ തിരക്ക് കൂടുമ്പോൾ കൂടുതൽ നിരക്ക് ഈടാക്കുന്ന രീതി ഒഴിവാക്കാൻ റെയിൽവേ ആലോചിക്കുന്നു. ഇതുമൂലം പ്രീമിയം ട്രെയിനുകളായ രാജധാനി, ജനശതാബ്ദി, ദുരന്തോ എന്നിവ നഷ്ടത്തിലായതാണ് തീരുമാനം പുനഃപരിശോധിക്കാൻ റെയിൽവേയെ പ്രേരിപ്പിക്കുന്നത്. സ്ത്രീധന മരണ കേസുകളിൽ യുക്തിയുക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ പ്രതികളെ ശിക്ഷിക്കാൻ പാടുള്ളൂവെന്ന് സുപ്രീം കോടതി. ഇരയോട് ക്രൂരത കാട്ടിയതായി സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കണമെന്നും സുപ്രീം കോടതി. കണക്കിൽപ്പെടാത്ത പണം മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നത് 7 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമെന്ന ആദായ നികുതി വകുപ്പ്. നവംബർ 8-ന് ശേഷം വൻ തുകയുടെ നിക്ഷേപമുണ്ടായ അക്കൗണ്ടുകൾ കണ്ടെത്താൻ പരിശോധനയ്ക്കൊരുങ്ങി വകുപ്പ്. അതിർത്തിയിലെ പാക് വെടിവെപ്പിൽ ഒരു BSF ജവാൻ കൊല്ലപ്പെട്ടു. 3 പേർക്ക് പരിക്കേറ്റു. 24 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന മൂന്നാമത്തെ വെടിനിർത്തൽ കരാർ ലംഘനം. നോട്ടുകൾ അസാധുവാക്കുവാനുള്ള തീരുമാനം അഗ്നിപരീക്ഷണമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 50 ദിവസത്തിനകം രാജ്യം ഇതിൽ നിന്ന് വിജയശ്രീലാളിതയായി പുറത്തുവരുമെന്നും മോദി. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കാരായ തന്റെ റിയൽ എസ്റ്റേറ്റ് പങ്കാളികളെ കണ്ട ചർച്ച നടത്തിയതിനെ വിമർശിച്ച ന്യൂയോർക്ക് ടൈംസ്. ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്താൻ പ്രസിഡന്റ് സ്ഥാനം ഉപയോഗിക്കുകയാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ലെന്നും ന്യൂയോർക്ക് ടൈംസ്. ജലക്ഷാമം രൂക്ഷമായതോടെ ബൊളീവിയയിൽ വെള്ളത്തിന് റേഷൻ ഏർപ്പെടുത്തി. ലാപസ് നഗരത്തിലെ 3 അണക്കെട്ടുകൾ വറ്റി. റേഷൻ വിതരണം ചെയ്യുന്നത് 12 മണിക്കൂറിൽ ഒരിക്കൽ. അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സിയെ സ്വന്തമാക്കാൻ ഇംഗ്ലീഷ് ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റി ശ്രമങ്ങൾ ശക്തമാക്കിയതായി റിപ്പോർട്ട്. മെസ്സിക്ക് $247 മില്യൺ വിലയിട്ട സിറ്റി. ബാഴ്സയുമായുള്ള കരാർ മെസ്സി അവസാനിപ്പിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു.